ജനവാസ മേഖലയിൽ തന്നെയാണ് ആന ഇറങ്ങിയത്. ഇവരുടെ വീടിന് അടുത്തടുത്ത് വേറെ വീടുകളോ മറ്റ് താമസക്കാരോ ഉണ്ടോ? അവരൊക്കെ അവിടുന്ന് ഈ ഒരു അക്രമ സംഭവം കൊണ്ട് അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും സുരക്ഷിതത്വം തേടിയിരിക്കുകയാണോ? അവിടെ മറ്റാരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ പുറത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ? ദിവീഷ്, നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഈ ആദിവാസി പുനരധിവാസ മേഖലയാണ്. ഇവിടെ ആനശല്യം കൊണ്ട് മാത്രം ധാരാളം കുടുംബങ്ങൾ വീടും സ്ഥലവും ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയിട്ടുണ്ട്. വളരെ ആൾപ്പാർപ്പില്ലാത്ത ധാരാളം വീടുകൾ ഈ പ്രദേശത്ത് ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ 13ാം ബ്ലോക്കാണ്. 13ാം ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സ്ഥിരമായി ആന ഇറങ്ങുന്ന മേഖലയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രണ്ടുപേരെയാണ് ചവിട്ടിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ മറ്റൊരാന നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടേക്ക് വളരെ വേഗം എത്തി ഈ മൃതദേഹങ്ങൾ അവിടുന്ന് മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ കൂടുതൽ പേർ അങ്ങോട്ടേക്ക് പോകാൻ മടിക്കുന്നുണ്ട്. കാരണം ഈ സമയത്ത് ധാരാളം ആനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ദിവിഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ജനവാസ മേഖലയിൽ കൂടിയാണ് ഇത്രയധികം ആനകൾ ഒരേ സമയം ഇറങ്ങി വരുന്നത് എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും എത്രയും വേഗം ആർ.ആർ.ടി സംഘം അവിടെ എത്തിയിട്ടുണ്ട്. എത്രയും വേഗം ഈ ആനകളെയൊക്കെ അവിടെ നിന്ന് ഓടിച്ച ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് പോലും ആ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം. കൃത്യമായി ഏത് സമയത്താണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്? അവരവിടെ ഈ കശുവണ്ടി ശേഖരിക്കുന്ന, അപ്പോൾ കാര്യമായ കശുവണ്ടി തോട്ടം നിൽക്കുന്ന ഈ ആനകൾ വരുന്നവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നോ? എങ്ങനെയാണ് ഈ അപകടം നടന്നതെന്ന് അവിടുത്തെ ദൃക്സാക്ഷികൾ ആരെങ്കിലും വിവരങ്ങൾ പങ്കുവച്ചോ? നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ദിവിഷ്, ധാരാളം കശുവണ്ടികളുണ്ട്, അല്ലെങ്കിൽ കശുമാവ് ധാരാളമായി ഉള്ള ഒരു മേഖലയാണ് ഈ ആർല ഫാം, പ്രത്യേകിച്ച് 13ാം ബ്ലോക്ക്. അപ്പോൾ കശുവണ്ടി ശേഖരിക്കാൻ വേണ്ടിയാണ് ഇവർ അവിടെ ചെന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഫാമിന്റെ ഭാഗമായി ഇവർ തൊഴിലാളികളാണ്. അതായത് ആദിവാസി പുനരധിവാസ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അവിടെ ഈ കശുവണ്ടി ശേഖരിക്കാൻ വേണ്ടി പോകാറുണ്ട്. അങ്ങനെ പോയ തൊഴിലാളികളാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ പോയ സമയത്താണ് കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നതാണ്. ഈ സംഭവം നടന്നത് വൈകുന്നേരം 5:30-ക്ക് ശേഷമാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. 4 മണിക്ക് ശേഷം സ്ഥിരമായി അവിടെ ആന ഇറങ്ങാറുണ്ട്, അവർക്കറിയാവുന്നതുമാണ്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ഈ സമയം അവരുടെ കൺമുന്നിൽ ഈ ആന വരുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 2 ജീവനുകളാണ് നഷ്ടമായത്. ഈ പ്രദേശത്ത് ഏതായാലും സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖല. ഈ കാട്ടാനയെ പ്രതിരോധിക്കാനുള്ള ആനമതിൽ നിർമ്മാണം കൃത്യമായി അതിവേഗം പൂർത്തിയാക്കാത്തത് തന്നെയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. ദിവിഷ്, ഈ ആറ് വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് ഈ പറയുന്ന ജനവാസ മേഖലയായ ആറളം പുനരധിവാസ കേന്ദ്രം. ഈ ആറ് വന്യജീവി സങ്കേതത്തിൽ നിന്നും ധാരാളം ആനകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നിന്നും ആനകളെ എല്ലാ ദിവസവും വനം വകുപ്പ് ഇവിടെ എത്തുന്ന ഈ പറയുന്ന ആനകളെ തുരത്തുന്ന ജോലിയാണ് എല്ലാ ദിവസവും രാത്രിയായാൽ വനം വകുപ്പ് ചെയ്യാറ്. അതായത് ഒരു 5 മണിയോടുകൂടി ആനകൾ വരും. അപ്പോഴേക്ക് വനം വകുപ്പ് കൂടുതലായി എത്തും. ഈ ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തി എല്ലാ ദിവസവും വനത്തിലേക്ക് തുരത്താനാണ് ശ്രമിക്കാറ്. പക്ഷെ മുഴുവൻ ആനയും ഈ പറയുന്ന വനത്തിലേക്ക് പോകില്ല, പലയിടത്തായി ഉണ്ടാകും. അപ്പൊ കുറെ നാളുകളായി ഇങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം വനം വകുപ്പുകാരെത്തുക, ആനയെ തുരത്തുക എന്നതാണ്. പലപ്പോഴും ആനയുടെ ആക്രമണത്തിൽ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 10 വർഷത്തിനിടെ 10-ലേറെ പേർ ഈ ആറളം ഫാമിൽ നിന്ന് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. എന്നിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിലാണ് ഈ ആനമതിൽ നിർമ്മിക്കുന്നത്. ആനമതിൽ നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗത്തുകൂടിയാണ് ആന വനത്തിൽ നിന്നും ആറളം ഫാമിലേക്ക് എത്തുന്നതും. നേരത്തെയും ഈ ആറളം ഫാമിൽ ഇതുപോലെ ഈ കാട്ടാനാക്രമണങ്ങൾ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ പ്രതിഷേധങ്ങളൊക്കെ പല രീതിയിൽ കണ്ടാണ്. ഇപ്പോൾ ഈ ആനമതിൽ നിർമ്മാണമൊക്കെ ശരിക്കും അത് എത്ര ദൂരത്തിൽ നടന്നിട്ടുണ്ട്? അത് ഇതുവരെ നിർമ്മാണം പൂർത്തീകരിച്ചതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമായില്ല എന്നുകൂടി തെളിയിക്കുന്നതല്ലേ ഈ സംഭവങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ നിർമ്മാണമൊക്കെ ഇങ്ങനെ എഴയാനുള്ള കാരണം? അതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ പലപ്പോഴും അവിടുത്തെ ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണല്ലോ. തീർച്ചയായിട്ടും. അതായത് പലപ്പോഴായി ഇവർ ഉന്നയിച്ച ആവശ്യമാണ്. പലപ്പോഴായി ഇപ്പോൾ ഈ ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചിട്ടും ഈ ആന അവിടെ നിന്നും കാട്ടിൽ നിന്നും നേരെ പുനരധിവാസ മേഖലയിലേക്ക്, ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു പതിവായി മാറി. അങ്ങനെയാണ് ആനമതിൽ നിർമ്മിക്കേണ്ട തീരുമാനത്തിലേക്ക് എത്തിയത്. കുറച്ച് കിലോമീറ്റർ കൂടി ഇപ്പോൾ നിർമ്മിക്കാനുണ്ട്. ആ നിർമ്മിക്കാത്ത സ്ഥലത്തു കൂടിയാണ് ആന സ്ഥിരമായി ഇങ്ങോട്ടേക്ക് വരുന്നത്. വലിയ പ്രതിഷേധം കണ്ടതാണ്. നമ്മൾ തന്നെ വാർത്ത ചെയ്തതാണ്.